ഹലോ വെൽക്കം ബാക്ക് ടു ദ മൂവി റിവ്യൂ ഓഫ് കാട്ടാളൻ. മൂവി റിലീസായിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഞാൻ മൂവി പോയി കാണുന്നത്. ആദ്യത്തെ ദിവസത്തെ റിവ്യൂ തന്നെ കേട്ടിട്ട് ഞാൻ വലിയ പ്രതീക്ഷയില്ലാതാണ് മൂവി പോയി കണ്ടത്. ബട്ട് പേഴ്സണലി ഉള്ള കാര്യം ഞാൻ പറയാലോ, എനിക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടിട്ട. നല്ല അടിപൊളി ആക്ഷൻ മൂവി. അതേപോലെ തന്നെ മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസും ആ വിഷ്വൽസും മേക്കിങ്ങും ഒക്കെ മൊത്തത്തിൽ ഒരു കിഡിലൻ ആക്ഷൻ മൂവി കണ്ടൊരു ഫീലാണ്. എനിക്ക് പേഴ്സണലി ആക്ഷൻ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര മാസ്, ഭയങ്കര അഡ്രിനലിൻ റഷ് തരുന്ന KGF, പുഷ്പ പോലത്തെ അങ്ങനത്തെ മൂവീസൊക്കെ കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു ട്രീറ്റ് തരാൻ പറ്റിയൊരു മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ ലാഗൊന്നുമില്ല, നമ്മൾ എൻഗേജ് ചെയ്ത് അങ്ങനെ ഇരുത്തും മൂവി. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 2026 നല്ല ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള കിഡിലൻ ആക്ഷൻ മൂവീസിൽ എടുത്തു വയ്ക്കാവുന്ന ഒരു മൂവി തന്നെയായിട്ടാണ് എനിക്ക് ഈ മൂവി തോന്നിയത്. എന്തായാലും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പരിപാടി ഈ മൂവിയിൽ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അതേപോലെയാണ് സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഫൈറ്റും അങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോവാണ് മൂവി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂവിയുടെ സ്റ്റോറി ലൈൻ മുന്നേ നമ്മൾ കണ്ട പല മൂവീസായിട്ട് സാമ്യത തോന്നും, ബട്ട് അതൊന്നും നമ്മുടെ ആസ്വാദനത്തെ ബാധിക്കില്ല. അതേപോലെയാണ് ഇവർ മേക്ക് ചെയ്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരേപോലത്തെ എത്രയോ മൂവീസ് ഇറങ്ങുന്നത്, അതൊക്കെ ഇറങ്ങുന്നത് ചിലത് ഹിറ്റ് ആവാറുണ്ട്. പല മൂവീസ് റീമേക്കുകൾ വരെ ഹിറ്റായ മൂവീസൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരേപോലത്തെ മൂവീസ് ഇറക്കുന്നതല്ല, ആ ഇറക്കുന്ന മൂവി പലവട്ടം നമ്മൾ ഇതേപോലത്തെ മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇറക്കുന്നതിൽ ഒരു ഡിഫറൻസ്, ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും വർക്കാവും. എത്രയോ ഒരേപോലത്തെ മൂവീസ്, നമ്മുടെ ലവ് സ്റ്റോറീസ് പണ്ടുള്ള കാണുന്ന മൂവീസിലത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ലവ് സ്റ്റോറി മൂവി എടുത്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ചെറിയ ചെറിയ ഡിഫറൻസ് വരുത്തുന്നു മാത്രം. ആക്ഷൻ മൂവീസ് ആയിക്കോട്ടെ, ത്രില്ലർ ആയിക്കോട്ടെ, എന്ത് മൂവീസ് ആയാലും ഒരേപോലത്തെ മൂവീസ് ഇഷ്ടം പോലെ ഇറങ്ങണമുണ്ട്. സെയിം കോപ്പി പോലെ തന്നെ പല മൂവീസ് ഇറങ്ങുന്നുണ്ട്. എന്തിനു പറയുന്നു, ഈ മലയാളത്തിലെ ഏറ്റവും പ്രമുഖ നടനായ മോഹൻലാലിനും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ നടനായ വിജയൻ, ഇവരുടെയൊക്കെ മൂവീസൊക്കെ പല മൂവീസും സിമിലർ ഡയലോഗ്സും സിമിലർ സ്റ്റോറിയൊക്കെ ആയിട്ട് പല മൂവീസ് ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ഹിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ സിമിലർ ആയിട്ട് ഇറങ്ങുന്നില്ലല്ലോ, ആ പ്രസന്റ് ചെയ്യുമ്പോൾ പിന്നെ അതൊക്കെ കിഡിലാണ്. ആന്റണി വർഗീസ് പെപ്പയുടെ എന്തായാലും കിഡിലൻ ആക്ഷൻ മൂവി തന്നെയാണ് ഇത്. ഫൈറ്റ് സീൻസൊക്കെ സൂപ്പറാണ്. അതേപോലെ തന്നെ പെപ്പയുടെ കൂടെയുള്ള ടീം, അവര് എന്ന് പറഞ്ഞാൽ ഡയലോഗൊന്നുമില്ല, കട്ടയ്ക്ക് കൂടെ ഉണ്ട്. കുറച്ച് ഡയലോഗ്സ് അവർക്ക് കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ പെപ്പയ്ക്ക് തന്നെ ഡയലോഗ് ഇല്ല അധികം, ആക്ഷനാണ് ഫുള്ള്. ഇതില് ഡയലോഗ്സ് ഒക്കെ മാക്സിമം കുറയ്ക്കാൻ അവർ ട്രൈ ചെയ്തിട്ടാ. ഫുൾ ആക്ഷനാണ്. ഈ സീരിയല് പോലെ ഈ കഥ പറഞ്ഞ് നിൽക്കണ പരിപാടി ഒന്നുമില്ല. ആദ്യം അടിന്നിട്ടുള്ള സംസാരം, അങ്ങനെയുള്ള ഒരു മൂഡിലാണ് ഈ മൂവി പോണത്. അങ്ങനെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് പോണോണ്ട് പെപ്പയ്ക്കും ഡയലോഗ് കുറവാണ്. മൊത്തത്തിൽ ഡയലോഗ്സും കാര്യങ്ങളും കഥ പറച്ചിലൊക്കെ കുറവാണ്. പിന്നെ നമ്മുടെ പെപ്പയുടെ കൂടെ ഉള്ള ടീംസിൽ ഹനാൻഷി ഉണ്ട്. ഹനാൻഷിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കായിരുന്നു ഡയലോഗ്, കുറച്ച് അവിടെ ഇവിടേക്ക് ആയിട്ട്. ഒട്ടും ഡയലോഗ്സ് ഒന്നും ഇല്ല. പിന്നെ വേറൊരു കൂട്ടുകാരനുണ്ട് ഹനാൻഷിന്റെ കൂടെ തന്നെ പെപ്പയുടെ ആ ഒരു ടീമിൽ വരുന്നത്, അവർക്കൊന്നും ഡയലോഗ്സ് കുറവാണ്. പക്ഷെ അവർക്ക് ആക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോറിയിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസ് ഉണ്ട്. പുതിയൊരു ഗ്യാങ് ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഈ മൂവിയുടെ എൻഡിലോട്ട് എത്തുമ്പോൾ. അതേപോലെ തന്നെ ഹിപ്സ്റ്റർ ഉണ്ട്. ഹിപ്സ്റ്ററിന് കുറച്ച് ഡയലോഗ് ഉണ്ട്, ചെറിയൊരു ഡയലോഗ്, അത് വേറൊരു ഭാഷയിലാണ്. അങ്ങനെ അടിപൊളിയാണ് മൂവിയുടെ മേക്കിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ മേക്കിങ്, ഷോർട്സ് വെച്ചിരിക്കുന്നതും എഡിറ്റിങ്, സിനിമാറ്റോഗ്രാഫി, അങ്ങനെ മൊത്തത്തിൽ മൂവിയുടെ ഒരു പരിപാടി, ആ മേക്കിങ്ങിൽ നമുക്ക് ഇഷ്ടപ്പെടും. കണ്ടിരിക്കും നമ്മൾ ഓരോരോ ഷോർട്സ് ഇങ്ങനെ മാറി മാറി നിന്ന് ഓരോരോ ആക്ഷൻ സീക്വൻസ് വരുമ്പോൾ നമ്മൾ ആ ഒരു സീനിൽ അങ്ങനെ കണ്ണിനായിട്ട് നമ്മളിങ്ങനെ കണ്ടങ്ങനെ ഇരുന്നു നേരം പോകുന്ന അറിയില്ല. പെട്ടെന്ന് ഷോർട്സും ഫൈറ്റ് സീനും, ഒരു ഫൈറ്റ് സീൻ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത സിറ്റുവേഷൻ, അടുത്ത ഫൈറ്റ് സീൻ, അങ്ങനെ പെട്ടെന്നാണ് കാര്യങ്ങൾ സെറ്റായി പോവുക. അപ്പോൾ നമുക്ക് KGF ഒക്കെ കണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നല്ല സ്റ്റോറി പോവുക. അതേപോലെയാണ് ഈ മൂവി പോണത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ, പെപ്പെ കാട്ടാനനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോണൊരു പരിപാടി ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കിഡിലായിരുന്നു. കൂടുതലുള്ള ടീംസിനൊക്കെ കൂട്ടി നമ്മളെ ജഗദീഷൊക്കെ ഉണ്ട് കൂടെ. അങ്ങനെ സെറ്റ് പരിപാടിയാണ് ഇവരുടെ ഈ കാട്ടിലുള്ള കാര്യങ്ങളുടെ മേക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫിഷിംഗ് ബോട്ടിലുള്ള ഒരു ഫൈറ്റ് സീൻ, അതൊക്കെ എടുത്തു പറയേണ്ട പരിപാടികളാണ്. പിന്നെ മൂവിയിൽ അത് മാത്രമല്ല, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. മലയാള സിനിമയിൽ തന്നെ വേറൊരു സിനിമയിലെ ക്യാരക്ടറെ കാണിക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും, അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു ക്യാമിയോ വരുന്നുണ്ട്, അതും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വേറൊരു മൂവിയായി റിലേറ്റ് ആയ കാര്യം ഈ മൂവിയുടെ എൻഡിൽ കൊടുന്ന് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര
സൂപ്പറായിരുന്നു. അതൊക്കെ കൊടുന്നപ്പോൾ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ആയി മൂവിക്ക്. ഈ ഒരു യൂണിവേഴ്സ് ഇപ്പോൾ കാട്ടാളനിൽ കണ്ട യൂണിവേഴ്സ് വേറൊരു യൂണിവേഴ്സായിട്ട് കണക്റ്റ് ആവാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ള ചോദിച്ചിനൊക്കെ ഉണ്ട്. അങ്ങനെയാണ് മൂവി എൻഡ് ചെയ്യണത്. അപ്പോൾ എന്തായാലും വെയിറ്റിംഗ് ആണ്. ഇതിന് ഇനി പാർട്ട് ഉണ്ടോ എന്നറിയില്ല. പാർട്ട് ഉണ്ടെങ്കിൽ ഇതിനും ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു കാട്ടാളൻ വരട്ടെ. അതേപോലെ തന്നെ വേറൊരു മൂവിയും കൂടിയും ഇറങ്ങാൻ വെയിറ്റിംഗ് ആണ്. അത് ഈ മൂവി കണ്ടവർക്ക് മനസ്സിലാവും. എന്തായാലും ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു മൂവി വീഡിയോ കാണാം. ബൈ.